നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ജൂലൈ മാസം 14-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കൂടുതൽ പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ. ഇതിനോടനുബന്ധിച്ച് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിലും മറ്റു ചില നിയമങ്ങളിലും സർക്കാർ മാറ്റം കൊണ്ടുവരും. പൊതുമേഖലാ ബാങ്കുകളിലെ സർക്കാരിൻ്റെ ഓഹരി പങ്കാളിത്തം 51% നിന്നും താഴെയാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകളിലെ ഓഹരി വിൽപ്പനയിലൂടെ അധിക തുക സ്വരൂപിക്കാനും സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന് പുറമെ 1970, 1980 വർഷങ്ങളിലെ ബാങ്കിംഗ് കമ്പനീസ് ആക്ടിലും സർക്കാർ ഭേദഗതി കൊണ്ടുവരും. ഇത് പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണത്തിന് അനിവാര്യമാണ്. 2021 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിച്ചിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കൃഷിഭൂമിയുള്ളവർ ശ്രദ്ധിക്കുക. വരൾച്ച സമയത്തും അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗം മൂലവും കൃഷിഭൂമിക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള ധനസഹായത്തിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയമാണ്. ജൂലൈ മാസം 31-ാം തീയതി വരെ ആയിരിക്കും അപേക്ഷിക്കാനുള്ള സമയമുള്ളത്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എയിംസ് പോർട്ടൽ മുഖാന്തരമാണ്. അടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ വയ്ക്കുന്നതിന് സാധിക്കുന്നതാണ്. സ്ഥലത്തിൻ്റെ രേഖകൾ, അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ ആധാർ, ഫോട്ടോ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കൃഷിഭവനിൽ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്നും ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിശ്ശിക സമയബന്ധിതമായിട്ട് മുഴുവൻ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ 5 ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത്. 1600 രൂപയാണ് നിലവിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനായിട്ട് നൽകുന്നത്. 4250 കോടി രൂപ കുടിശ്ശികയായി നിലവിൽ നൽകാനുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 2024-25 സാമ്പത്തിക വർഷത്തിൽ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ 2 ഗഡുക്കളും അതോടൊപ്പം തന്നെ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ 3 മാസങ്ങളിലെ 3 ഗഡുക്കളായിട്ടും അത് വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ഉപരോധത്തിനൊപ്പം തന്നെ നികുതി വിഹിതവും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചുവെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം തെറ്റായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളാണെന്നും ആവർത്തിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മുൻഗണനേതര വിഭാഗങ്ങളായിട്ടുള്ള നീല, വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും റേഷന് പ്രതിമാസം 1 രൂപ വീതം സെസ് പിരിക്കുവാൻ നീക്കം. റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാന വർധന ലക്ഷ്യമിട്ടാണ് 1 രൂപ വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഈടാക്കുക. ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി ജി അനിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകരിച്ചു. നിയമ ധനവകുപ്പുകളുടെ അംഗീകാരം ലഭിക്കുന്നതോടെ സെസ് പ്രാബല്യത്തിൽ വരും. 2022 ഇത്തരമൊരു നീക്കമുണ്ടായെങ്കിലും ജനരോക്ഷം ഭയന്ന് ധനവകുപ്പ് ഫയൽ മടക്കുകയായിരുന്നു. അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ തുടർച്ചയായിട്ടുള്ള വർധനവുകൾക്ക് പിന്നാലെ സംസ്ഥാന സ്വർണ്ണവിലയിൽ മാറ്റമില്ല. എന്നിരുന്നാലും ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നിൽ തന്നെയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ജൂലൈ 13-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6760 രൂപയും പവൻ 54,080 രൂപയുമാണ് വില. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.